നേരത്തെ തന്നെ എത്തണമെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തി ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി എത്തിയത് നമ്മുടെ കേരളത്തിൽ ആണ് എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. ആ കാലഘട്ടങ്ങൾ മുതൽക്ക് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിയ പ്രദേശങ്ങളാണ് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് വരെ ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഹിജ്റ 5 എന്ന് പറയുമ്പോൾ നബി തങ്ങൾ വഫാത്താകാൻ പിന്നെയും 5 വർഷമുള്ളപ്പോൾ ഇസ്ലാം ഇവിടെ എത്തി എന്ന് തെളിയിക്കുന്ന ആസാറുകളും അടയാളങ്ങളുമൊക്കെ ഉണ്ട്. വളരെ പുരാതനമായ പള്ളികളിൽ നിന്ന് അതിൻ്റെ പുനർനിർമ്മാണ സമയത്ത് പഴയ കാലത്ത് കൊത്തി വെച്ചിട്ടുള്ള കൊത്തുപലക കിട്ടിയപ്പോൾ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ബുനിയ ഹാദൽ മസ്ജിദു സനത്ത 5 മിനൽ ഹിജ്റ. ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് ഹിജ്റ 5 ആണ് എന്നാണ്. കൊടുങ്ങല്ലൂരിലെ പഴയ പള്ളിയിലും അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളിയിലുമൊക്കെ ഇങ്ങനെയുള്ള കൊത്തുപലകൾ കിട്ടിയിട്ടുണ്ട്. മാടായി പള്ളിയിൽ ആ കൊത്തുപലക ഇപ്പോഴും ഫ്രെയിം ചെയ്തുകൊണ്ട് അവിടെ വെച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്തിനാ ഞാനിത് പറഞ്ഞത്? അത്രയും ഇസ്ലാമിന് പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഈ കേരളം. ഇന്ത്യ രാജ്യത്ത് അത്ര പഴക്കവും പാരമ്പര്യവും മറ്റ് രാജ്യങ്ങൾക്കില്ല. വടക്കേ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി വന്ന മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, അവരുടെ കാലഘട്ടം തന്നെ ഒരു 4 നൂറ്റാണ്ട് കഴിഞ്ഞു 5-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അതിന്റെ എത്രയോ മുമ്പ് ഇസ്ലാം എത്തിയ രാജ്യം കേരളമാണ്. കൊടുങ്ങല്ലൂരിൽ ആദ്യമായി ഇവർ വന്ന് ഇറങ്ങി എന്നൊക്കെയുള്ള ചരിത്രം നമുക്കറിയാം. എന്നാൽ അതോടൊപ്പം ഞാൻ പറയുന്നത് ഈ തിരൂരങ്ങാടി മേഖല അത്രത്തോളം തന്നെ പഴക്കം നമ്മുടെ ഈ മേഖലക്കും ഉണ്ട് ഇസ്ലാമികമായി. താനൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൻ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി, നഖ്ശബന്ദി തരീഖത്തിൽ ആ തരീഖത്തുള്ള ആളും അത് കൊടുക്കാൻ അനുമതിയുള്ള ആളും ഒക്കെ ആയിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഷെയ്ഖ്. ഇന്നും അവിടെ സിയാറത്തിന് വേണ്ടി ആളുകൾ വരുന്നു. ആ അബ്ദുറഹ്മാൻ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ബാപ്പുമുസ്ലിയാരുടെ ഉപ്പാപ്പമാരിൽ 4-ാമത്തെ ഒക്കെ 5-ാമത്തെ ഒക്കെ ഉപ്പാപ്പയായി വരും. അല്ലാഹു ബാപ്പുമുസ്ലിയാർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. വലിയ മഹാപാണ്ഡിത്യത്തിനുടമയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പ്രധാനപ്പെട്ട അംഗമാണ്. സുഖമില്ലാതെ ഇപ്പൊ വീട്ടിൽ വിശ്രമിക്കുന്നു. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നാം എപ്പോഴും ദുആ ചെയ്യണം. അപ്പോ അബ്ദുറഹ്മാൻ ഷെയ്ഖ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആലിമീങ്ങളെ കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പക്ഷേ അത്
പുറത്തിറങ്ങിയിട്ടില്ല. അതിന്റെ കയ്യെഴുത്ത് പ്രതി അതിന്റെ കുറേയൊക്കെ ഭാഗങ്ങൾ ഇപ്പോഴും താന്നൂരിൽ കാണാം. അതിന്റെ ആമുഖത്തിൽ നമ്മുടെ തിരൂരങ്ങാടിയിലെ വലിയ ജുമാഅത്ത് പള്ളിയെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ഹിജ്റ 84 ആ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അപ്പൊ നബി തങ്ങൾ വഫാത്തായത് ഹിജ്റ 10. അവിടുന്ന് 74 കൊല്ലം കഴിഞ്ഞപ്പോ പള്ളി ഉണ്ടായി എന്നല്ലേ ഇതിനർത്ഥം? അപ്പൊ എത്രമാത്രം പഴക്കം നമ്മുടെ പള്ളിക്കുണ്ട്. ഈ പള്ളികളാണ് ഇസ്ലാമിന്റെ കേന്ദ്രമായി ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചത്. മദീന മുനവ്വറയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയായ അൽ മസ്ജിദുൻ നബവി, അത് അവിടെ ഇസ്ലാമിന്റെ കേന്ദ്രമായി ആസ്ഥാനമായി പ്രവർത്തിച്ചെങ്കിൽ, അതേപോലെ നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ആദ്യമായി എടുക്കപ്പെട്ട പള്ളികളാണ് ആസ്ഥാനം. ഈ മേഖലകളിലൊക്കെ ആസ്ഥാനമായത് നമ്മുടെ ഈ തിരൂരങ്ങാടി വലിയ പള്ളിയാണ്. എന്നാൽ അങ്ങനെ ഈ പള്ളികൾ ആസ്ഥാനമാക്കി അവർ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ, ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന് ഉത്തേജനം കൊടുക്കുന്ന, ഇസ്ലാമിനെ ജീവ് കൊടുക്കുന്ന, ഇസ്ലാമിന്റെ ജീവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഇൽമ്, ദീനിയായ ഇൽമ്, അൽ ഉലൂമുദ് ദീനിയ, അത് ഈ പള്ളികളിൽ ഒക്കെ അവർ നിലനിർത്തുകയായിരുന്നു. അങ്ങനെയാണ് പള്ളികൾ ഇസ്ലാമിന്റെ ആസ്ഥാനമാകുന്നത്. കേവലം ഒരു ഓഫീസ് എന്നല്ല ഇതിനർത്ഥം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. എല്ലാ അറിവിനെ പറ്റിയും അല്ല അൽ ഇൽമു എന്ന് പറഞ്ഞത്. ഇൽമു എന്നതിന് ഭാഷാപരമായി അറിവ് എന്ന് പറയാമെങ്കിലും അലിഫ്ലാം ചേർത്ത് അൽ ഇൽമു എന്ന് പറഞ്ഞത് കേവലം അറിവ് അല്ല. അതുകൊണ്ടാണ് കുറെ അറിവ് ഒരാൾ കരസ്ഥമാക്കിയതുകൊണ്ട് മാത്രം ആലിം എന്ന് സാങ്കേതികമായി പറയില്ല. അങ്ങനെ പറയണമെങ്കിൽ അൽ ഇൽമു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഇൽമുള്ള ആളാകണം. അവർക്കാണ് നമ്മൾ എപ്പോഴും സാങ്കേതികമായി പറയുന്ന ആലിമ് അല്ലെങ്കിൽ ഉലമാ എന്നൊക്കെ പറയുന്നത്. ആ ഇൽമ് ഏതാണ്? ഭൗതികമായ അറിവല്ല. ഭൗതികമായ ലോകത്ത് ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവ് ഇസ്ലാമിന്റെ ജീവ് എന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല. ഈ പറഞ്ഞതിനർത്ഥം ആ അറിവുകൾക്ക് നാം എതിരാണെന്നല്ല. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ആ അറിവും ഭൗതിക ലോകത്തേക്ക് ആവശ്യമാണ്. പക്ഷേ ഇസ്ലാമിന് ഇവിടെ ഉത്തേജനം കൊടുക്കണമെങ്കിൽ, ഇസ്ലാം അതിന്റെ ജീവോടെ നിലനിൽക്കണമെങ്കിൽ, ജീവില്ലാത്ത ജഡമായി നിന്നാൽ പോരാ. അതിന് ഇസ്ലാമിന്റെ പേരുകൾ ഉണ്ടായാൽ മതി. മുഹമ്മദ്, അഹമ്മദ് എന്നൊക്കെ പേരുണ്ടാവും. പക്ഷെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്താണ് അവർക്കറിയില്ല. ഇസ്ലാം പറയുന്ന കർമ്മങ്ങൾ എന്താണ് അതും അറിയില്ല. ഇസ്ലാം നമ്മളോട് പറയുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അതും അറിയില്ല. ഇങ്ങനെ പേരുകൊണ്ട് മാത്രം മുസ്ലിമീങ്ങളായ കുറേ മുസ്ലിമീങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരെ ഇസ്ലാം ജീവില്ലാത്ത ഇസ്ലാമാണ്. എന്തേ കാരണം? അവർക്ക് ഇൽമ്, അൽ ഇൽമു എന്ന് പറഞ്ഞ ഇൽമ ഇല്ലാതെ പോയി. അതവർക്ക് കിട്ടാൻ വഴിയില്ലാതെ വന്നു. ഇന്നും നിങ്ങൾ നോക്കൂ, കേരളവും അല്ലാത്ത രാജ്യങ്ങളും, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കേരളമല്ലാത്ത രാജ്യങ്ങളും ഇന്ത്യയും കേരളവും ഇന്ത്യ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇപ്പോഴും പരിശോധിച്ചാൽ ആ വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാവും. എന്താണത്? അവിടെ ചെന്നാൽ ദീനിയായ
ഉലൂമുകൾ, അറിവുകൾ ഉള്ളവർ വളരെ വിരളം. മുസ്ലിം ബഹുജനങ്ങളോ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് അതവർക്കറിയില്ല. ഇസ്ലാം നിർബന്ധമായി നാം ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ഇന്നതും ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ അതും അവർക്കറിയില്ല. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും ഇല്ലാത്ത ഒരു ജനവിഭാഗം പേരുകളിൽ ഇസ്ലാമിന്റെ പേരിലായി അവർ ജീവിക്കുന്നു. എന്നാൽ കേരളം അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ ആ പാരമ്പര്യം അന്നു മുതൽ ഇന്ന് വരെ ഇവിടെ മതവിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ആലിമീങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ രീതിയിലുള്ള സംഘടന സംവിധാനിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആലിമീങ്ങളുടെ കർക്കശമായ നിലപാട് കാരണം ദീനിയായ അറിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ മദ്രസ സംവിധാനം ഉണ്ടാകുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു സംവിധാനമുണ്ട്. ഓത്തുപള്ളി സംവിധാനമായിരുന്നത്. വയസ്സന്മാരോട് ചോദിച്ചാൽ മദ്രസ നിലവിൽ വരുന്നതിന് മുമ്പ് അവർ എങ്ങനെയായിരുന്നു പഠിച്ചത്? ഓത്തുപള്ളിയിൽ വെച്ച് പഠിച്ചു. എന്താണ് ആ ഓത്തുപള്ളി? അത് ഇന്നത്തെ രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയും അതനുസരിച്ചുള്ള ടൈം ടേബിൾ സംവിധാനിക്കലും ഒന്നുമില്ലെങ്കിലും, സിലബസ് ആവിഷ്കരിക്കലൊന്നുമില്ലെങ്കിലും, ഒരു മനുഷ്യൻ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടും. വിശ്വാസപരമായി, കർമ്മപരമായി, സാംസ്കാരികപരമായി ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈമാൻ കാര്യങ്ങൾ, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നാം ആചരിക്കേണ്ടുന്ന, അനുഷ്ഠിക്കേണ്ടുന്ന നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യൻ മനുഷ്യനായി തീരണമെങ്കിൽ ആവശ്യമായ കുറെ സംസ്കാരങ്ങളുണ്ട്. അതില്ലെങ്കിൽ മനുഷ്യൻ മൃഗമായി പോയി. അതിന്റെ പുറമെ, മനുഷ്യത്വത്തിന് പുറമെ ഒരു മുസ്ലിം എന്ന നിലക്ക് അവനുണ്ടാകേണ്ടുന്ന സംസ്കാരങ്ങൾ, അവന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, ഇതൊക്കെ എന്താണ് എന്നും മനസ്സിലാക്കി കൊടുക്കുന്ന അഖ്ലാഖ്, ഇതൊക്കെ അന്നും മദ്രസയിൽ ഓത്തുപള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടിരുന്നു. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഇന്നും ചെന്നാൽ, യു പിയിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തുള്ളതിന്റെ എത്രയോ ഇരട്ടി മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ ആ മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ, പേരുകളിൽ കുറെ ഉണ്ടെങ്കിലും ഇസ്ലാമും അവരുമായി ബന്ധമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തേ കാരണം? അവർക്കറിവില്ല, പഠിക്കാൻ വഴിയില്ല. അവിടെ പള്ളി ദർസുകൾ നമുക്ക് കാണുക സാധ്യമല്ല. ഓത്തുപള്ളി സംവിധാനങ്ങൾ തന്നെ വളരെ സൃഷ്ടിച്ച രീതിയിലാണ് നടക്കുന്നത്. 15 വർഷം മുമ്പ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കൂടെ വിനീതനായ ഞാനും വടക്കേ ഇന്ത്യയിൽ നിന്ന് പര്യടനം നടത്തിയപ്പോ മദ്രസകളൊന്നും അവിടെ കാണുന്നില്ല. ഓത്തുപള്ളി രീതിയാണ് കാണുന്നത്. അതുതന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ കാര്യക്ഷമമായി നടക്കുന്നില്ല. ഒരു മഹല്ലിൽ ചെന്നാൽ 5-10 ഏറിയത് 20 കുട്ടികൾ, അതിന്റെ അപ്പുറമുള്ളവരെ ഉള്ള മദ്രസ അല്ലെങ്കിൽ ഓത്തുപള്ളി കാണാനില്ല. ഈ ഓത്തുപള്ളികളിലൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുമില്ല. മുസാഹിബ് കുറച്ചു ഭാഗം, യാസീൻ വരേക്ക് എത്തിയാൽ പഠനം കഴിഞ്ഞു. ഇസ്ലാമിന്റെ വിശ്വാസങ്ങളോ കർമ്മങ്ങളൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. ഈ രീതിയിലുള്ള പഠനം തന്നെ മിക്ക ആളുകൾക്കുമില്ല, കുറഞ്ഞ ആളുകൾക്ക് മാത്രം.
എന്നാ പിന്നെ ആലിമീങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. അതെങ്ങനെ പഠിച്ചതാ? എവിടെയെങ്കിലും ചില കോളേജുകളുണ്ട്. ഒരു കോളേജ് കഴിഞ്ഞാൽ പിന്നെ 100 കിലോമീറ്റർ അപ്പുറമാണ് മറ്റൊരു കോളേജ് ഉള്ളത്. അവിടെ കുറെ കാലങ്ങളൊക്കെ ചെലവഴിച്ച് പഠിച്ച ചില ആലിമ്യങ്ങളുണ്ട്. എന്നാ അവർക്ക് സംഘടന ഉണ്ടോ? ഇല്ല. ഈ നാട്ടിലെ ആലിം മറ്റേ നാട്ടിലെ ആലിമിനെ അറിയുമോ? ഇല്ല. അപ്പൊ ഒരു സംഘടനാ സംവിധാനവും ഇല്ല. ഇങ്ങനെ ആയതുകൊണ്ട് അവിടെ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചു നിൽക്കുകയാണ്. നമ്മുടെ കേരളമോ? കേരളം പ്രധാനമായും ഇസ്ലാമികമായി മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, പുറം രാജ്യങ്ങളിൽ ഇവിടെ വന്ന് സന്ദർശിക്കുന്നവർ അവർ പറയുന്നു ഇസ്ലാം അവതരിച്ച ഞങ്ങളെ നാട്ടിലല്ല ഇസ്ലാം ഉള്ളത്, ഇവിടെയാണ് ഇസ്ലാം ഉള്ളത്. എന്തേ അത് പറയാനുണ്ടായ കാരണം? നമ്മുടെ നാടിൽ ഇസ്ലാമിനോട് പിടിച്ചു നിർത്തിയതും ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ സംസ്കാരങ്ങളും ഇവിടെ നിലനിർത്തിയതും യാതൊരു സംശയവും വേണ്ട പള്ളി ദർസുകളാണ്. ആ പള്ളി ദർസ് മാത്രമാണ് വിജ്ഞാനം പകർന്നു കൊടുക്കാനും വിജ്ഞാനം നുകരാനും പണ്ടുകാലം മുതൽക്ക് ലോകത്ത് ഉണ്ടായിരുന്നത്. നമ്മുടെ മദ്രസാ സംവിധാനം തന്നെ അടുത്ത കാലങ്ങളിലാണ് വന്നത്. ഇനി ഓത്തുപള്ളി സിസ്റ്റവും കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ മദീനയിൽ സ്ഥാപിച്ചതാണ് പള്ളി ദർസ്. അന്ന് ആ പള്ളി ദർസ് സ്ഥാപിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന അന്തേവാസികളായ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തായിരുന്നു നബി തങ്ങൾ സംവിധാനിച്ചത്? ആ നാട്ടിലെ സ്വദേശികളായ ആളുകളെ വീടുകളിലേക്ക് കുട്ടികളെ അയക്കുന്ന സമ്പ്രദായം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അത് അന്ന് തുടങ്ങിയതാണ്. ഈ മുതഅല്ലിമീങ്ങളൊക്കെ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വരുന്നു, അങ്ങനെ പള്ളിയിൽ വെച്ച് പഠിക്കുന്നു. ഈ രീതിയാണ് പിന്നെ ലോകത്തെവിടെയും നടന്നു പോകുന്നത്. ഇൽമു പഠിപ്പിക്കാൻ ഉള്ള സംവിധാനം വേറെ ഒന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസമായ കുട്ടികളുടെ മദ്രസാ പാഠം പോലും നടന്നിരുന്നത് പള്ളി ദർസിൽ വെച്ച. അതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഉദാഹരണമായി തുഹ്ഫയിൽ തന്നെ വഖഫിന്റെ ബാബിൽ കാണാം, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പള്ളികളിൽ കയറ്റണമെങ്കിൽ ആ കുട്ടിക്ക് എത്ര വയസ്സാകണം, ഇങ്ങനൊരു ചർച്ച. എന്തേ ആ ചർച്ചക്ക് കാരണം? അന്ന് കുട്ടികളെ പഠിപ്പിക്കപ്പെടാനുള്ള സംവിധാനം പള്ളിയേ ഉള്ളൂ. അപ്പൊ അതിൽ പറയുന്നത് നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രായം എത്തണം. തമ്മീസിന്റെ കാലഘട്ടം. ആ കാലം എത്തുന്നതിന് മുമ്പ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആവശ്യമാണെങ്കിലും പള്ളിയിൽ കയറ്റിക്കൂടാ. അതല്ലേ നമ്മൾ ഇംഗ്ലീഷ് മീഡിയമൊക്കെ നടത്തുന്നിടത്ത് വളരെ ശ്രദ്ധിക്കണം. അതിനോട് ചേർന്നുള്ള പള്ളികളിൽ LKG UKG പഠിക്കുന്ന കുട്ടികളെ ജുമാക്കും മറ്റൊക്കെ പള്ളി കൊണ്ടുവന്നാൽ കുട്ടി തമ്മീസിന്റെ കാലഘട്ടത്തിലില്ല. ഇപ്പൊ കുട്ടി മൂത്രമൊഴിക്കും, മുട്ടുംപാടോ മൂത്രമൊഴിക്കും. അതാണ് ചില പള്ളിയിലൊക്കെ ചെന്നാൽ കാർപ്പറ്റ് കണ്ടും പോയി കാണാം. കാർപ്പറ്റ് പലയിടത്തും കഷ്ണം പോയി കാണും. അത് കാർപ്പറ്റ് വാങ്ങുമ്പോൾ തന്നെ കണ്ണം പോയ കാർപ്പറ്റ് ആയിട്ടുള്ളത്. പിന്നെന്താ, ഈ കുട്ടികളെ കയറ്റി മൂത്രമൊഴിക്കാൻ പറ്റിയപ്പോ അവർ മൂത്രമൊഴിച്ചു. അപ്പൊ പിന്നെ കഴുകി ശുദ്ധിയാക്കാൻ കഴിയില്ല, ഇത് വലിയ കാർപ്പറ്റല്ലേ. അപ്പൊ പിന്നെന്ത് ചെയ്യും? അത്രയും ഭാഗം വെട്ടിയെടുക്കും. എന്നിട്ട് പിന്നെ ഒരു തരത്തിലുള്ള ശുദ്ധീകരിക്കൽ എന്ന് പറയാ, വെട്ടിയെടുത്ത് അടിയിലെത്തിയിട്ടുണ്ടെങ്കിൽ തുടച്ചുകൊണ്ട് മാത്രം ശുദ്ധിയാവോ? തുടച്ചെടുത്ത് പിന്നെ അവിടെ വെള്ളം ഒഴിച്ച് കഷ്ണം ശുദ്ധി അവിടെ കൊടുക്കും.
മുഹമ്മദുൽ ജുവൈനിയാണ് ആ മദ്രസക്ക് തുടക്കം കുറിച്ചത്. അതാണ് ഇസ്ലാമിക ലോകത്തുള്ള ആദ്യത്തെ മദ്രസ. അപ്പൊ അതിന്റെയും മുമ്പുള്ളതാണ് പള്ളി ദർസ്. ഈ പള്ളി ദർസ് എല്ലാ രാജ്യത്തും അന്നുണ്ടായിരുന്നു. സ്പെയിൻ പണ്ടുകാലത്ത് ഇൽമിന്റെ കേന്ദ്രമായിരുന്നു. അതിന്റെ കാരണം അവിടെയെല്ലാം പള്ളി ദർസുകൾ അക്കാലത്ത് സജീവമായിരുന്നു. കുർത്തുബ മസ്ജിദ്, കുർത്തുബിലെ അറിയപ്പെട്ട പള്ളി. എത്ര ആലിമീങ്ങൾ അവിടെ ദർസ് നടത്തി, എത്ര ആലിമീങ്ങൾ ആ ദർസിൽ നിന്ന് പുറത്തു വന്നു. ആ ദർസിന്റെ സംഭാവനകളാണ്. അങ്ങനെ ഏത് രാജ്യത്ത് നോക്കിയാലും ആ രാജ്യങ്ങളിലൊക്കെ ആലിമീങ്ങൾ ദർസ് നടത്തിയതും അവർ പഠിച്ചതൊക്കെ പള്ളികൾ ആയിരുന്നു. ആ പള്ളി ദർസുകൾ ഇന്ന് ആ രാജ്യത്ത് നിന്ന് എടുത്തുപോയി, ഇൽമും പോയി. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആ വെളിച്ചം കെടാതെ നിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ കേരളമാണ്. എന്ന പോലെ കർണാടകയുടെ കുറച്ചു ഭാഗം, തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് കടന്നാൽ തമിഴ്നാട്ടിലേക്ക് അടുക്കും തോറും കേരളത്തിൽ തന്നെ ദർസ് ഇങ്ങനെ കുറഞ്ഞു വരിക. അങ്ങനെയാണ്. കോയമ്പത്തൂരിലേക്ക് കടന്നാൽ കേരളയിട്ട് തൊട്ടിക്കണ ഭാഗമല്ലേ കോയമ്പത്തൂർ, അവിടെ ദർസുണ്ടോ? ഇല്ല. എന്നാ പോട്ടെ, പാലക്കാട് ടൗണിലേക്ക് എത്തിയാൽ തമിഴ്നാട് അടുത്ത് നിൽക്കുക, ദർസുകൾ ചുരുങ്ങി വളരെ നന്ന ചുരുക്കം. അതേ കാലത്ത് കർണാടകയിലേക്ക് നിങ്ങൾ നോക്കൂ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉള്ളതുപോലെ നിരവധി ദർസുകളുള്ള പള്ളികൾ കർണാടകയിൽ ധാരാളമുണ്ട്. അതിന്റെ കാരണം നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ തങ്ങളവറുകൾ ദീർഘമായ 60 വർഷത്തിലധികം അവിടെ ദർസ് നടത്തി എന്നതിന്റെ കാരണം. എവിടെ? ഉള്ളാൾ സയ്യിദ് മദനി തങ്ങൾ അവരുടെ ഓരത്തുണ്ടായിരുന്ന പള്ളി. മദനി തങ്ങളുടെ പേരുള്ള കോളേജ് വളരെ അടുത്ത കാലത്താണ് വന്നത്. അത് ദർസായിരുന്നു. തങ്ങളുടെ പ്രൗഢമായ ദർസ് 60 വർഷത്തിലധികം അവിടെ നടന്നപ്പോ മഹാനവരുടെ ദർസിൽ പഠിച്ച നിരവധി വലിയ പടുകൂറ്റൻ ആലിമീങ്ങൾ ഉണ്ടായി. തങ്ങളുടെ ദർസിൽ പഠിച്ച നിരവധി ആലിമീങ്ങൾ, ആ ആലിമീങ്ങളൊക്കെയും അവിടെ മുദരിസുമാരായി. അങ്ങനെയാണ് അവിടെ പള്ളി ദർസ് പച്ചപിടിച്ചത്. അപ്പൊ ഈ പള്ളി ദർസുകളാണ് ഇസ്ലാമിന്റെ ജീവായ ഇൽമിനെ ഇവിടെ നിലനിർത്തുന്നത്. ഒരു സംശയവും വേണ്ട. ഇന്നും കേരളത്തിൽ നാം കാണുന്ന കൽപ്പറ്റ വലിയ ആലിമീങ്ങളെല്ലാം പള്ളി ദർസിന്റെ സംഭാവനകളാണ്. മഹാനായ താജുൽ ഉലമ ദർസിൽ പഠിച്ചവരാണ്. മഹാനായ സുൽത്താനുൽ ഉലമ ദർസിൽ പഠിച്ച ആളാണ്. സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ദർസിൽ പഠിച്ച ആളാണ്. ഇന്നൊരു മറ്റൊരു പരിപാടി ഏറ്റതുകൊണ്ട് ഒരു നിലക്കും കഴിയാത്തതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് ഇന്നലെ എന്നോട് പറഞ്ഞു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ട ആളായിരുന്നു. അവരൊക്കെ ദർസിന്റെ സംഭാവനകളാണ്. മഹാനായ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, വിനീതനായ എന്റെ ഉസ്താദ് ശൈഖുന കോട്ടൂർ ഉസ്താദ്, വൈലത്തൂർ ബാബു മുസ്ലിയാർ തുടങ്ങി എത്ര ആലിമീങ്ങൾ, ഇവരെല്ലാം പള്ളി ദർസിൽ നിന്ന് പഠിച്ചു വന്നവരാണ്. ആ പള്ളി ദർസ് ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇൽമു നിലനിൽക്കും. ആ ഇൽമു നിലക്കുന്ന കാലത്തോളം ദീനും നിലനിൽക്കും. അതുകൊണ്ട് ഇന്ന് നാം ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായൊരു സംഗതി പള്ളി ദർസുകൾ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനം നടത്തുക. അതാണ്. ദർസ് ഇല്ലാതെയാക്കാൻ ആര് ശ്രമിക്കുന്നുവോ അവർ ദീനിന്റെ ശത്രുക്കളാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. പിശാചാണ് അവരുടെ
ഷെയ്ഖ്. ഇബ്ലീസിന് ഏറ്റവും അങ്ങേയറ്റം പകയുള്ളത് ദർസുകളാണ്, ദീനിയായ ഇൽമുകളാണ്. നോക്കുങ്ങള്, ലോകത്തുള്ള എല്ലാ പുത്തൻ പ്രസ്ഥാനക്കാരും ദർശനെയാണ് അങ്ങേയറ്റം ശപിക്കുന്നത്. അവർക്ക് വലിയ തലവേദന ദർശാണ്. കാരണം അവരുടെ ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്ന ആലിമീങ്ങൾ ഉണ്ടായി വരുന്നത് പള്ളി ദർസിൽ നിന്നാണ്. അതുകൊണ്ട് ഈ പള്ളി ദർസ് തകരാറാക്കിയാലല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്ന് കണ്ട ഈ പുത്തനാശയക്കാർ ഏത് സ്ഥലത്ത് നോക്കിയാലും ദർസ് ഫസാദികളാണ്, ദർസ് ഫിത്നയാക്കും. അത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പൊ നാളൊരു സ്ഥലത്ത് പോയി. അപ്പൊ പണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിൽ ഞാൻ പോയിരുന്നു. അപ്പൊ വലിയ ദർസ് ഇറങ്ങുന്ന പള്ളിയാ. പിന്നെ യാദർശികമായി ഇപ്പൊ പോയപ്പോ അന്നത്തെ പഴയ പള്ളിയായിരുന്നു. ഇപ്പൊ നല്ല പുതിയ പള്ളി, നല്ല ചുറുക്കുള്ള പള്ളി. പക്ഷേ പള്ളിയിൽ ദർശമൊന്നുമില്ല, ഒരു മൊയ്യരുണ്ട്, മുഅദ്ദിനുണ്ട്. അപ്പൊ ഞാൻ നിസ്കാരം കഴിഞ്ഞ് ആ മുഅദ്ദിനോട് ചോദിച്ചു, ഇവിടെ ദർശുണ്ടായിരുന്നല്ലോ മുമ്പ്, വലിയ ദർശമൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട് ഞാനിവിടെ വരുമ്പോ, അന്ന് സമസ്തയുടെ പിളർപ്പിന്റെ ഒക്കെ മുമ്പാ. ഇന്ന് ചേളാരി സമസ്തയുടെ പ്രസിഡന്റായ കോയക്കുട്ടി മുസ്ലിയാരും ഞാനും കൂടിയാണ് അന്ന് പോയത്. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ആവശ്യത്തിന് വേണ്ടി അന്നത്തെ ജമിയത്തുൽ ഉലമ, ഞാൻ അന്നത്തെ മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമയിൽ ഒരംഗമാണ്. അപ്പൊ എന്നെയും കോയക്കുട്ടി മുസ്ലിയാരെയും തെരഞ്ഞെടുത്തായിരുന്നു ആ വിഷയത്തിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനെന്ന് തലക്കടത്തൂർ മുദരിസാണ്, കോയക്കുട്ടി മുസ്ലിയാരിന്റെ തൊട്ടടുത്ത വാണിയന്നൂർ മുദരിസാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാ അന്ന് ആ പള്ളിയിൽ പോയത്. ജാമിഅ നൂരിയുടെ കലക്ഷന് വേണ്ടി അന്ന് പോയപ്പോ ദർസുള്ള ആ സ്ഥലത്ത് പിന്നെ ഞാൻ ചെന്നപ്പോ അവിടെ ദർസില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, എന്തത് ഈ ദർസില്ലാത്ത? അതിപ്പോ പള്ളി പുതുക്കി പണിതിന് ശേഷം, ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റി മീറ്റിംഗ് യോഗം കൂടിയിട്ട് ദർസ് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നതാണ്. ഓ, നല്ല തീരുമാനമായി, ദർസ് വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പൊ എന്തിപ്പോ ദർസ് വേണ്ടാന്ന് തീരുമാനിച്ചു? അപ്പൊ ഇനി അയാൾ പറഞ്ഞ കാരണം പ്രസിഡന്റിന്റെ ഉത്തരവാണ്, അത് അയാൾക്കറിയുള്ളൂ. അപ്പൊ ഞാൻ ഈ പ്രസിഡന്റിനൊക്കെ അന്വേഷിച്ചു. ഏതായിരുന്നാലും പോണ വഴിക്ക് അയാളെ വീട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കയറി പ്രസിഡന്റിന്റെ വീട്ടില്. അപ്പൊ അയാളെ വീട്ടിലുണ്ട്. വർത്താനൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്തിപ്പോ ഈ ദർശൊന്നുമില്ല, എന്ന് മുമ്പേ അവിടെ വന്നിരുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മല്ലേ എന്നൊക്കെ ലോകിയൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞ്, അതിപ്പോഴേ പഴയ പള്ളിയായിരുന്നപ്പോ ദർശമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ കുട്ടികൾ എന്നെ, അറബികളെ പൈസ ഒന്നുമില്ല, നമ്മളെ കുട്ടികൾ എന്നെയൊക്കെ പൈസ എടുത്ത് ഉണ്ടാക്കിയ ഒരു പള്ളിയാ, നല്ല ചൊറുക്കുള്ള നല്ല നീറ്റായ ഒരു പള്ളി. ഇതിപ്പോ ദർശ തുടങ്ങിയ കുട്ടികൾ അവിടെ തുപ്പി ഇവിടെ തുപ്പി, അവിടെ കടലാസിട്ട് ഇവിടെ കടലാസിട്ട്, ഇതൊക്കെ വൃത്തിയേടാവും. അപ്പൊ പള്ളി വൃത്തിയിൽ കേടാവാതെ നിലനിൽക്കണമെങ്കിൽ ദർസ് ഉണ്ടായ പറ്റൂല. അതിപ്പോ എങ്ങനെ പറഞ്ഞാലും കുട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അവിടെ തോണ്ടി ഇവിടെ വരച്ച് ഇങ്ങനെ പള്ളിമലെല്ലാം കൂടി വരിയും കൂടിയാവും. കുട്ടികൾ കുറെ കടലാസ് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് എല്ലാം കൂടി ആയിട്ട് വൃത്തികേടാവും. അപ്പൊ ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചു, തൽക്കാലം നമുക്ക് ദർസ് വേണ്ടാന്ന്. വല്ലാത്ത തീരുമാനമായി നിങ്ങൾ തീരുമാനം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും കൂടി അന്വേഷിച്ചു ഇയാളെ പറ്റി. ഈ ഒരു ന്യായം പറഞ്ഞിട്ട് പള്ളി ദർസ് ഇല്ലാണ്ടാക്കുമ്പോ അത് മാത്രമാവൂല. അപ്പൊ നോക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഇയാള് സാധനം പുതിയതാണ്. നാട്ടിൽ ഇയാൾക്ക് വേറെ ആരും കൂട്ടിനില്ലാത്തതുകൊണ്ട് ഈ സംഗതി പറഞ്ഞിട്ടാണ് നാട്ടുകാരെ പറ്റിച്ചത്. പക്ഷെ ഇയാളെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇയാൾ സുന്നത്ത് ജമാഅത്തിന് വിരോധിയാണ്. നോക്കുക, എത്ര തന്ത്രപരമായിട്ടാണ് ഒരു ദർസില്ലാണ്ടാക്കാൻ അയാൾ ചെയ്ത പണി. അയാളെ വലയിൽ നാട്ടുകാർ മുഴുവൻ കൂടി കൊടുത്തു. ഒരാളെങ്കിലും പറയണ്ടായോ ഇത്രയും കാലങ്ങൾ ദർശന ഈ പള്ളിയിൽ
ഈ ഒരു കാരണത്തിന് വേണ്ടി ദർസില്ലാണ്ടാക്കുന്നത് എന്തിന്? എന്നാ ദർസിന് വേറൊരു സംവിധാനം അവർ കണ്ടോ? പള്ളി ചൊറുക്കോടെ നിൽക്കട്ടെ, കുട്ടികളുടെ പഠനത്തിനും ദർസിനും വേണ്ടി നമ്മൾ വേറൊരു കെട്ടിടം ഉണ്ടാക്കുക. അതുകൊണ്ട് ആ നാട്ടിലെ ദർസ് അങ്ങോട്ട് എടുത്തുപോയി. ഇതാണ് എവിടെയും നാം കാണുന്നത്. അതുകൊണ്ട് വളരെ അങ്ങേയറ്റം നാം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പള്ളി ദർസ് നിലനിർത്താൻ ആവശ്യമായത് നാം ചെയ്യണം. വൃത്തികേടാവും, അങ്ങനെയാവും ഇങ്ങനെയാവും, അതൊക്കെ ഉണ്ടായി വരും, ഇല്ല എന്നൊന്നും പറഞ്ഞൂടാ. ഈ മുത്താലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളാ, മനുഷ്യന്മാരെ മക്കളല്ലേ. അപ്പൊ വൃത്തികേട് കാണിക്കുന്ന കുട്ടികൾ ദർസിലൂടെ പഠിച്ച് അവരെ നല്ല കുട്ടികളാക്കാനാണല്ലോ ഈ ദർസ്. അതിനില്ല ദർസ്. ചില ആളുകളുണ്ട് പറഞ്ഞേട്ടാൽ മുത്തഅല്ലിമീങ്ങൾ അങ്ങോട്ട് പറയും വലിയ പറച്ചില്. എന്നാലോ അവൻ 5 മക്കളുണ്ടെങ്കിൽ ഒന്ന് കള്ളുടിയാൻ, ഒന്ന് പെണ്ണുടിയാൻ, ഒന്ന് മറ്റേ ഇങ്ങനത്തെ ആദ്യ ഒക്കെ നിൽക്കിച്ചാൽ ഒറ്റൊന്നുണ്ടാവില്ല, സ്വന്തം മക്കളി. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ സംഗതിയല്ല. ഇവിടെ ഒരു കാലങ്ങളായി ദർസ് നിലനിന്നു പോരുന്ന ഒരു സ്ഥലമാണ്. ആ ദർസിന് ഒരു ഫിത്നയും ഫസാദും വരാതിരിക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ ദർസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നല്ല ഒരു പ്രവർത്തനം പുതിയ ആശയക്കാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തുമ്പോൾ അതിൽ നാം ഒരിക്കലും ഭാഗമായി പോകരുത്. അറിയാതെങ്കിലും ആയി പോകുന്നത് നാം സൂക്ഷിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ ദീൻ നിലനിൽക്കണമെങ്കിൽ ഇൽമ് നിലനിൽക്കണം. ഇൽമിങ്ങനെ ഉയർന്നു പോകും. അതെങ്ങനെയാണ് ഉയർന്നു പോകുന്നത്? വലിയ വലിയ ആലിമീങ്ങൾ മരിച്ചു പോകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമ് ഉയർത്തപ്പെടും. ആഖിറുസ്സമാനാകുമ്പോൾ ഇൽമ് ഉയർത്തപ്പെടും. ഇൽമ് ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ മനസ്സിൽ നിന്ന് ഇൽമിനെ ഉയർത്തപ്പെടുമെന്നല്ല. പിന്നെയോ വലിയ വലിയ ആലിമീങ്ങൾ അവർ മരിച്ചു പോകും. അവർ മരിക്കുമ്പോൾ അവരെ സ്ഥാനത്തേക്ക് ഉള്ള ആലിമീങ്ങൾ പിന്നെ ഉണ്ടായി വരില്ല. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഈ മേഖലയോട് തന്നെ വെറുത്തു പോകുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ കുട്ടികൾ ഓതാൻ വന്നാൽ കുറച്ച് വലുതാകുമ്പോഴേക്ക് അവർ ഈ മേഖല വിട്ടുപോകുന്നു. എന്തേ കാരണം? സമൂഹത്തിൽ നിന്ന് വേണ്ടത്ര അംഗീകാരം ഇതിന് കിട്ടുന്നില്ലേ എന്ന് കുട്ടികൾക്ക് തോന്നിപ്പോകുന്നു. സമൂഹത്തിൽ ഒരു അവഗണിക്കപ്പെട്ട വിഭാഗമായി പുറന്തള്ളപ്പെടുന്നു എന്ന തോന്നൽ കുട്ടികൾക്ക് വരികയാണ്. അത് വരാതിരിക്കണമെങ്കിൽ മുതഅല്ലിമീങ്ങളോടുള്ള ആദരവും മുതഅല്ലിമീങ്ങളുടെ സ്വീകരണവും നമ്മളെ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പരമാവധി ഇതിലേക്ക് കുട്ടികൾ വരും, ഒരു സംശയവുമില്ല. ഇല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ നമുക്ക് എത്ര മദ്രസകളും പള്ളികളൊക്കെ ഉണ്ട്. ദർസുകൾ പലയിടത്തും ഇന്ന് തന്നെ മരിച്ചുപോയി. ചില നാട്ടുകാർ പറയുന്നത് ഇത് വേണ്ടില്ലേന്നു, പക്ഷേ കാരണന്മാർ കുറച്ച് വഖഫ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് പോയിരുന്നു, വൃത്തിയില്ല. അപ്പൊ വഖഫ് പഴയ കാലത്ത് ചെയ്ത കുറച്ച് ദർസിന് വേണ്ടി വഖഫ് ചെയ്തുള്ളതുകൊണ്ട് നടത്തുകയാണ്, അല്ലെങ്കിൽ ഇത് വേണ്ടതല്ലായിരുന്നു എന്ന് പറയുന്നവരില്ലേ. ഈ നിലക്ക് ദർസുകൾ ഇല്ലാതെ പോയാൽ നമ്മുടെ മദ്രസയും ഉണ്ടാവില്ല, പള്ളി ഉണ്ടാവില്ല, ഇതൊന്നും നടത്താൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ദർസുകൾ നാം ശക്തിപ്പെടുത്തണം. ആലിമീങ്ങൾ നാട്ടിൽ ഉണ്ടായി വരണം. നമ്മുടെ നാട്ടിലെ കുട്ടികളടക്കം ദീനിയായി പഠിപ്പിക്കാനും ഒരു ദീനിയായ ചുറ്റുപാട് നമ്മുടെ നാട്ടുകാരായ കുട്ടികളിൽ ഉണ്ടാക്കാനും ഏറ്റവും പറ്റിയ ഒന്നാണ് നാട്ടിലുള്ള ദർസുമായി നമ്മുടെ കുട്ടികളെ നാം ബന്ധപ്പെടുത്തണം. ഉസ്താദുമായി ബന്ധപ്പെട്ട് ഇതെന്റെ കുട്ടിയാണ്, ഈ കുട്ടിയെ ഇവിടെ ദർസിൽ ചേർക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്, ഉത്തരവാദിത്വത്തോടെ പറഞ്ഞേൽപ്പിച്ചാൽ ആ കുട്ടി യാതൊരു സംശയവുമില്ല സ്കൂളിൽ പോയിക്കോട്ടെ, കോളേജിൽ പോയിക്കോട്ടെ, അതൊക്കെ പഠിക്കുന്നതിനൊപ്പം നമ്മുടെ ഈ ചുറ്റുപാടിലൂടെ അവൻ വളർന്നാൽ അവന് ജമാഅത്തും
ശേഷം മുമ്പ് നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്തും ഹദ്ദാദും രാവിലെ ഖുർആൻ ഓതുന്ന ചുറ്റുപാടും ഒക്കെ അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി, രീതിയായി ഓട്ടോമാറ്റിക് വരും. കാരണം അവൻ കുറച്ചു കാലം പള്ളി ദർസിൽ പഠിച്ച സമയത്ത് അവന് കിട്ടിയ സംസ്കാരങ്ങളായതൊക്കെ. ഇന്നും നല്ല പണക്കാരിൽ നാം അത് കാണുന്നുണ്ട്. അതെന്ത്? അവർ ചെറുപ്പകാലത്ത് പള്ളി ദർസുകളിൽ പഠിച്ചിരുന്നു. അതിന്റെ ഗുണമാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നത്. നല്ല സമ്പന്നരാണ്, വലിയ കച്ചവടക്കാരാണ്, അല്ലെങ്കിൽ വിവിധമായ മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നവരാണ്. അതോടൊപ്പം സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പോകും. ജമാഅത്ത് കഴിഞ്ഞാൽ പള്ളിയിൽ വെച്ച് ഖുർആൻ ഒരു ജുസെങ്കിലും ഓതും. അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ വൈകുന്നേരം മഗ്‌രിബിനും ജമാഅത്തിന് പള്ളിയിൽ പോകും. ഇശംസ്കാരം കഴിഞ്ഞാൽ ഹദ്ദാദിനോട് കൂടും. റവാത്തിബ് സുന്നത്തും വിത്റുടക്കം നിസ്കരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഇതൊക്കെ എന്തുകൊണ്ട് അതൊരു ശീലമായി വന്നു എന്ന് ചോദിച്ചാൽ ആ പള്ളി ദിവസമായുള്ള ബന്ധമാണ്. അപ്പൊ വിദേശികളായ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പുറമെ നാട്ടുകാരായ കുട്ടികൾ നന്നാവാനും ആ പള്ളിയുമായി ബന്ധപ്പെടാനും ദർസുമായി ബന്ധപ്പെടാനും അതൊക്കെ കാരണമാകുന്നു. അതിന് പുറമെ മുത്തഅല്ലിമീങ്ങൾ ഭക്ഷണത്തിന് വരുന്ന വീടുകൾ, ആ വീടുകളിലും അതിൻ്റെതായ ഗുണഫലം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ദർസുകൾ എവിടെയായിരുന്നാലും അത് നാം പുഷ്ടിപ്പെടുത്തണം, അത് നിലനിർത്തണം. അതിലൂടെ ആലിമ്യങ്ങൾ ഉണ്ടായി വരികയുള്ളൂ. കഴിഞ്ഞുപോയ കാലത്തുള്ള എല്ലാ ആലിമ്യങ്ങളും പള്ളി ദർസിന്റെ സംഭാവനകളാണ്. മഹാനായ താജുൽ ഉലമ, ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ ആലിമ്യങ്ങളെ ദർസിൽ പഠിച്ച് ആലിമായ വ്യക്തിയാണ്. ധാരാളം വലിയ ആലിമ്യങ്ങൾ അക്കാലത്തുള്ള ആ ആലിമ്യങ്ങൾ അരികളിൽ നിന്ന് പള്ളി ദർസിൽ പഠിച്ച ആളാണ് മഹാനായ തങ്ങൾ പറഞ്ഞു. ഇപ്പോ നമ്മുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മഹാനായ തങ്ങളുടെ സമകാലികൻ കൂടി ആയ അത്ര പഴക്കമുള്ള ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സമസ്തയുമായി ബന്ധമുള്ളവരിൽ 1946-47 കാലഘട്ടത്തിൽ സമസ്തയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളാണ് മഹാനായ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. സമസ്തയെ സ്ഥാപിച്ച 2 സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേരെ ശിഷ്യത്വം ലഭിച്ച ആളാണ് MA ഉസ്താദ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചെമ്മാടിൽ ഞാൻ ദർശനം നിൽക്കുമ്പോൾ മഹാനവകൾ അവിടെ വരികയുണ്ടായി. അപ്പൊ പള്ളിയിലേക്ക് ഞാൻ ക്ഷണിച്ചു. പള്ളിയിൽ വന്നു. കുട്ടികൾക്ക് ഒരു നസീഹത്ത് കൊടുക്കാനും ഒക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടതനുസരിച്ച് കുട്ടികൾക്ക് നസീഹത്ത് കൊടുത്തു. ശേഷം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചെറിയ ഒന്ന്, ഞാൻ കണ്ട ശൈഖന്മാരൊന്നും പോകാറില്ല, നമ്മുടെ നേതാക്കളൊക്കെ തന്നെ എന്റെ ശൈഖ്, അതുകൊണ്ട് ഉസ്താദിന്റെ വകയായി എന്തെങ്കിലും ചെറിയ ഒരു ദിക്ർ എനിക്ക് പറഞ്ഞുതരണം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞുതരാം? കുറച്ചിങ്ങനെ ആലോചിച്ച് പറഞ്ഞു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാങ്ങൽക്കാരൻ ഉസ്താദ് എനിക്ക് തന്ന ഒരു ചെറിയ ഇജാസത്തുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ അതെനിക്ക് പറഞ്ഞു തന്നു. ഞാനത് കബൂൽ ചെയ്തു. ഞാനത് ഇപ്പോഴും അത് ചൊല്ലാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയാ, പാങ്ങൽക്കാരൻ ഉസ്താദിനെ കണ്ടിട്ടുണ്ടോ? കാണുക മാത്രമല്ല അവിടുത്തെ ശിഷ്യത്വം എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കണ്ട ആളെന്ന് മൂപ്പരല്ലാതെ പറഞ്ഞാവില്ല. അങ്ങനത്തെ മഹാൻ ഇപ്പോഴും കിതാബ് രചനയിലാണ്. സഹാബത്തിനെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥം അറബിയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത് താബീങ്ങളെ കുറിച്ചുള്ള ഒരു ചരിത്രം
അടങ്ങുന്ന ഗ്രന്ഥമാണ്, അറബി ഗ്രന്ഥം. എന്നാൽ വയസ്സൊരുപാടായി. ഞാൻ പറഞ്ഞു വന്നത് അവരൊക്കെ എങ്ങനെ എത്ര വലിയ ആലിമീങ്ങളായി. ആ കാലഘട്ടങ്ങളിലെ വലിയ ആലിമീങ്ങളെ ദർസിൽ പഠിച്ചാണ് അവർ വലിയ വലിയ ഇൽമിന്റെ അഹ്ലാരായി മാറിയത്. മഹാനായ ഓക്കെ ഉസ്താദ്, ഉസ്താദുൽ അസാത്തി, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ബഹറുൽ ഉലൂം എന്നാണ്. എല്ലാ വിജ്ഞാനങ്ങളുടെയും ഒരു സാഗരം, സമുദ്രം എന്നാണ്. ആ മഹാനായ ഓക്കെ ഉസ്താദ് അവിടുത്തെ ദർസിലല്ലേ ഇവരൊക്കെ പഠിച്ചത്. ഇന്ന് കേരളത്തിലെ വലിയ വലിയ ആലിമീങ്ങൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ ഉസ്താദിന്റെ ദർസിൽ പഠിച്ചവരോ അല്ലെങ്കിൽ പഠിച്ചവരെ ദർസിൽ പഠിച്ചവരാണ്. ഞാനൊക്കെ ഉസ്താദിന്റെ ദർസിൽ പഠിച്ചിട്ടില്ല. ഉസ്താദിന്റെ ദർസിൽ പഠിച്ച കോട്ടൂർ ഉസ്താദിന്റെ ദർസിൽ നിന്നാണ് ഞാൻ A to Z പഠിച്ചത്. ആ കോട്ടൂർ ഉസ്താദ് ഇവിടെ മുദരിസായ വ്യക്തിത്വമാണ്. അങ്ങനെ എത്ര ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തവൻ ഉസ്താദ് തുടങ്ങിയ വലിയ വലിയ കേരളത്തിൽ അറിയപ്പെടുന്ന ആലിമീങ്ങൾ അവരെല്ലാം ഉസ്താദിന്റെ ദർസിൽ പഠിച്ചവരാണ്. ചേളാരി സമസ്തയുടെ സെക്രട്ടറി അടക്കം ഉസ്താദിന്റെ ദർസിൽ പഠിച്ചതാ. പക്ഷെ അത് പറയുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ ബഹുമാനപ്പെട്ട ഉസ്താദ് നാം ഇതൊരു ആശയത്തിലും ആദർശത്തിലുമാണോ സുന്നത്ത് ജമാഅത്തിൽ, അതിന് എപ്പോഴും താങ്ങും തണലുമായി നിന്ന വ്യക്തിത്വമാണ്. കാരണം അവർ വലിയ ആലിമാണ്. ദീൻ പറയുന്നത് ആരാണ്, ദീനിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാരാണ്, അതറിയുന്ന ആളില്ലേ ഉസ്താദ്. നാം ആരെയും ചീത്ത പറയുന്നില്ല, നാം ആരെയും ചീത്ത പറയാൻ പാടുമില്ല. ചീത്ത പറയൽ നമ്മുടെ സംസ്കാരമല്ല. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയൽ ഒരിക്കലും നമ്മുടെ സംസ്കാരമല്ല. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ അങ്ങനെ ആരെ സംബന്ധിച്ചും ചീത്ത പറയാനോ അവഹേളിക്കാനോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാനോ നമുക്ക് പറ്റില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ, നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള നാക്കും നമ്മുടെ എല്ലാ അവയവങ്ങളും അതൊക്കെ റബ്ബ് തന്നിട്ടുള്ളതാണെന്നും അത് നാം എന്തിനൊക്കെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യുമെന്നും നമുക്ക് എപ്പോഴും ബോധമുണ്ടാകണം. നമ്മുടേതല്ലേ, അതെനിക്ക് എപ്പോഴും എന്തിനുപയോഗിച്ചൂടെ? അല്ല, അതിനൊക്കെ ലിമിറ്റുകൾ ഉണ്ട്. നാം ഒരു കാര്യം പറയുമ്പോൾ നല്ലതേ പറഞ്ഞു, നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതയായി. അതുകൊണ്ട് എന്റെ മാന്യ സ്നേഹിതന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് നേതൃത്വം തരുന്ന നമ്മുടെ സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകൾ ആയ പോഷക സംഘടനയായ സമസ്ത കേരള സുന്നി യുവജന സംഘം, വിദ്യാർത്ഥി സംഘടനയായ SSF എന്നിവക്കുള്ള മഹല്ലിന്റെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന SMA തുടങ്ങിയ എല്ലാ സംഘടനകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ആ നേതൃത്വം തരുന്ന സംഘടനയുടെ നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണമായും വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് അച്ചടക്കത്തോടെ അള്ളാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ അങ്ങനെ ആകണമെന്ന
ഒരു കർക്കശമായ നിലപാട് നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ നിർത്തുകയാണ്. എന്റെ മാന്യ സ്നേഹിതൻ, സമസ്ത കേരള സുന്നി സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് നമ്മുടെ സ്റ്റേജിലേക്ക് ഇപ്പോ മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ എത്തും. ഞാൻ നിർത്തുകയാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇന്നിവിടെ നടന്നത്, ഇവിടെ നടക്കുന്ന ഷറഫുദ്ദീൻ സഖാഫിയുടെ ദർസിന്റെ വാർഷികമാണ്. അതിന്റെ മുമ്പും നിരവധി ഉസ്താദുമാർ ഇവിടെ ദർസുകൾ നടത്തിയിട്ടുണ്ടല്ലോ. നമുക്കറിയാം, വലിയ ആലിമീങ്ങളൊക്കെ ദർസ് നടത്തിയ, എല്ലാവർക്കും അറിയുന്ന ഈ നാഷണൽ ഹൈവേയുടെ വക്കിനുള്ള ഒരു പള്ളിയാണ് നമ്മുടെ ഈ പള്ളി. എന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു 10-45 വർഷം മുമ്പ് തന്നെ ഈ പള്ളിയുമായി എനിക്കൊരു ബന്ധം ഉണ്ടാകാൻ കാരണമുണ്ടായിട്ടുണ്ട്. ഞാനെന്ന് കോട്ടൂർ ഉസ്താദ് ദർസിൽ കുണ്ടോട്ടിയിൽ ഓതുന്ന കാലമാണ്. അന്ന് കുണ്ടോട്ടിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ റോഡ് ധാർ ചെയ്തിട്ടില്ല, കട്ട റോഡാണ്. അന്ന് ഇവിടെ വെച്ച് നടന്ന ഒരു സിംബോസിയം സദഖത്തുൽ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ മദ്രസയിൽ വെച്ച്, അന്നത്തെ മദ്രസ പൊളിച്ചുപോയി, ആ മദ്രസയിൽ വെച്ച് നടന്ന സിംബോസിയം, ആ സിംബോസിയം നൂയിഷാ തരീഖത്തുകാരെ ഒക്കെ വിളിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാനും മറുപടി പറയാനുള്ള ഒരു സിംബോസിയമായിരുന്നു. അന്ന് ആ കാലത്ത് കുണ്ടോട്ടിയിൽ നിന്ന് ഇവിടം വരെയും സിംബോസിയം കഴിഞ്ഞ് വൈകുന്നേരം ഇവിടുന്ന് പിന്നെ വീണ്ടും കുണ്ടോട്ടിയിലേക്ക് നടന്നു പോയ ഓർമ്മ എനിക്കുണ്ട്. ഞാൻ പറയുന്നത്, അന്ന് മുതൽക്ക് തന്നെ ഈ നാടുമായുള്ള ഒരു പരിചയം ഉണ്ടായതിന് പുറമെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട പല ആളുകളുമായും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. ബഹുമാനപ്പെട്ട പേരോട് الشكر علينا ما دعا لله بدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله അപ്പൊ ഞാൻ നിർത്തുകയാണ്. അന്ന് നമ്മുടെ കൂടെ പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി, ദർസിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിച്ച, ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത, അങ്ങനെ നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിച്ച എത്രയോ മഹാന്മാർ, മഹതിമാർ ഒക്കെ നമ്മളോട് വിട്ടുപിരിഞ്ഞു. അവരുടെ ഉഹ്റവിയായ ജീവിതം അള്ളാഹു സുഭിക്ഷമാക്കട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആരെങ്കിലും തെറ്റിദ്ധാരണ വെച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ തെറ്റിദ്ധാരണക്കെ തീർത്ത് നന്മ ചെയ്യാൻ ഉള്ള തൗഫീഖ് നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നാമൊക്കെ